ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. നിക്കാഹ് മലപ്പുറം, വയസ്സ് 22, സ്ഥലം ഉപ്പട, ജില്ല കാസർഗോഡ്, മതപരം 10, വിദ്യാഭ്യാസം BG-നോ, ഉയരം 159. പരിഗണിക്കുന്ന ജില്ലകൾ കാസർഗോഡ് മാത്രം. ശാരീരികമായി കുറവുകൾ ഇല്ല. ഇറച്ചിയോ മീനോ ഇല്ലാതെ മോൾ ഭക്ഷണം കഴിക്കില്ല. എല്ലാ ദിവസവും ഇറച്ചിയോ മീനോ വാങ്ങുന്ന ആളുകൾ മാത്രം വിളിക്കുക. പരുന്തിന്റെ കുഞ്ഞാന്നോ? എന്തുവാടേ ഇത്? എന്തായാലും ഇങ്ങനൊരു ഡിമാൻഡ് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സാധാരണ ബാർബർ കുടുംബമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇത് ഇറച്ചി മീനും മാത്രമേ കഴിക്കുള്ളൂ. എന്തൊക്കെ ഡിമാൻഡായത്! ഇൻസ്റ്റഗ്രാം മിക്കവാറും ഒരു 2-3 വർഷത്തിനുള്ളിൽ മാട്രിമോണി ആപ്പായി മാറാൻ ചാൻസ് ഉണ്ട്. ഒരു 3 റീല് കണ്ട് 4-മത്തത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ സ്ഥലം വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്യങ്ങളായിട്ട്. മിക്കവാറും ഇൻസ്റ്റാഗ്രാം ഈ അടുത്ത് പെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഫുൾ ബിസിനസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല സുഖമല്ലേ? എന്തായാലും ഇറച്ചി മീനൊക്കെ എല്ലാ ദിവസവും മേടിച്ച് കൊടുക്കുന്ന ഒരാളെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ്, കാണാൻ നല്ല ഭംഗിയുള്ള യുവതി, വയസ്സ് 21, ആദർശം സുന്നി, ആദ്യ വിവാഹം, വിദ്യാഭ്യാസം SSLC, ജോലി ഇല്ല, സാമ്പത്തികം മിഡിൽ, ജില്ല കാലിക്കറ്റ് കോഴിക്കോട്, അബ്രോഡ് സെറ്റിൽഡ് ആയവരെ നോക്കുന്നു, ജില്ല പ്രശ്നമില്ല, ദൂരം പ്രശ്നമില്ല. എന്ത് സുഖം! കേൾക്കാൻ തന്നെ എന്തൊരു സുഖം! ആകെ ഉള്ളത് 10ാം ക്ലാസ്. എന്നാലോ ഒക്കെ അബ്രോഡ് സെറ്റിൽഡ് ആയവരെ പോവും. 21 വയസ്സ്, ആകെ SSLC. അപ്പോൾ 15ാം വയസ്സിൽ SSLC കഴിഞ്ഞ് 6 വർഷമായിട്ട് വെറുതെ ഇരിക്കുക. അടക്ക വിളിക്കാനെങ്കിലും പോയിക്കൂടായിരുന്നു? പോരായിരുന്നു. ഇനിയിപ്പോൾ SSLC പോലും ഇല്ലയെന്ന് വെച്ചോ, എന്നാലും ഇവിടെ അബ്രോഡ് സെറ്റിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ബിസിനസ്, പൈസ. മോഡൽ യുവതി, സ്ഥലം മാവൂർ, വയസ്സ് 27, ജോലി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. റീൽസ് അത് ജോലിയായോ? നമ്മളിതൊന്നും അറിയുന്നില്ല. വിദ്യാഭ്യാസം ഡിഗ്രി, ഫാഷൻ മോഡലിംഗ് 2 ഇയർ, ഉയരം 157, പരിഗണിക്കുന്ന സ്ഥലം കോഴിക്കോട് മലപ്പുറം, പരിഗണിക്കുന്ന കാര്യങ്ങൾ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസർ, സ്വന്തമായി വരുമാനമുള്ള യൂട്യൂബ് ചാനലുള്ള നല്ല ജോലിയുള്ളവർ. സ്വന്തമായി വരുമാനമുള്ള യൂട്യൂബ് ചാനൽ, മറ്റു കാര്യങ്ങൾ പൂർണ്ണമായി പിന്തുണ നൽകുന്ന ആളായിരിക്കണം. യെസ്, സർക്കാർ ജോലി എന്ന വൻമരം വീണു. ഇനി വരുമാനമുള്ള യൂട്യൂബ് ചാനൽ. അല്ല, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയ സ്ഥിതിക്ക് ഈ പോസ്റ്റും കൂടെ ഒന്ന് കൊളാബ് ചെയ്തിരുന്നുവെങ്കിൽ ആ ഐഡിയും കൂടെ ഒന്ന് കാണാമായിരുന്നല്ലോ. എന്നാൽ പിന്നെ കുറച്ച് റിസ്ക് കുറഞ്ഞു കിട്ടൂലായിരുന്നു. അത് കുറച്ചുകൂടി ആളുകൾ കണ്ടാൽ പെട്ടെന്ന് തന്നെ കല്യാണം റെഡി ആവില്ലായിരുന്നോ? എന്തായാലും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനും കല്യാണം കഴിക്കണ്ടേ? വേണ്ടേ? ഇങ്ങനെ കൊളാബം ചെയ്യുന്ന നടന്നാൽ ശരിയാവില്ലല്ലോ. എന്നാലും ഇത് ഏത് ഇൻഫ്ലുവൻസർ ആയിരിക്കും? ഒരു സ്റ്റോറി ഇട്ടാൽ പോലെയായിരുന്നു. ഇത് ഇവർക്ക് വെറുതെ പൈസ കൊടുത്തിട്ട് എന്തെങ്കിലും. നെക്സ്റ്റ്, യുവതി സുന്ദരി എന്നാണ് പേര്, സ്ഥലം പാലക്കാട്, വിദ്യാഭ്യാസം PG ലാസ്റ്റ് ഇയർ, സാമ്പത്തികം പുത്തൻ പണക്കാർ, ലോട്ടറി വിന്നർ ആണ്, 5 കോടി. വണ്ടി 5 കോടിയോ? പരിഗണിക്കുന്നത് പെട്ടെന്ന് സ്വത്ത് വന്നപ്പോൾ വന്ന വഴി മറക്കാത്തവരാണ് ഞങ്ങൾ. മുൻപ് കൂലിപ്പണിയായിരുന്നു ഉപ്പാക്ക്. അതുകൊണ്ട് സാമ്പത്തികം നോക്കാതെ പെണ്ണിനെ സ്വീകരിക്കുന്ന ദീനീബോധം ഉള്ള കുടുംബം ആവണം. സാമ്പത്തികം പ്രശ്നമില്ല. 5 കോടിയില്ലേ, പിന്നെ എന്നാത്തിനാ സാമ്പത്തികം? എന്തായാലും 5 കോടി ലോട്ടറി അടിച്ച ആൾക്ക് നല്ല ദീനീബോധമുള്ള ഒരു പയ്യനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നെക്സ്റ്റ്, യുവതി, ഗവൺമെൻറ് ഡോക്ടർ. അയ്യോ, പെട്ടല്ലോ. ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത പങ്കാളിയെ തേടുന്നു. അപ്പോൾ അങ്ങനെ ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. ഇനിയിപ്പോൾ വെറുതെ. സ്വന്തമായി വീടും 2 ക്ലിനിക്ക് ഉണ്ട്, ഒരു ട്യൂഷൻ സെൻറ്ററും, സ്വന്തം പേരിൽ പീഡിയ റൂമും ഉണ്ട്. റൂമൊക്കെ ഉണ്ടല്ലോ, കൊള്ളാലോ. പരിഗണിക്കുന്നത് 36 വയസ്സിൽ താഴെയുള്ള കാര്യമായ ജോലി ഇല്ലാത്ത ആളിനെ. ബിസിനസ് നോക്കി നടത്താൻ കഴിവുണ്ടായിരിക്കണം. ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത പങ്കാളി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു വിഭാഗം വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിസിനസ് നോക്കി നടത്താൻ ഒരു മാനേജർ, അത്ര മതി.
കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. പക്ഷെ മാനേജർ ആകുമ്പോൾ സാലറി കൊടുക്കണമല്ലോ. ഇത് ഓൺലി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. മാനേജറിന് 19,000 രൂപ അതൊക്കെ നോക്കി നടത്താൻ കൊടുക്കണം. കൊള്ളാം, ബുദ്ധിയുള്ള. അത് വയസ്സ് 20, വിദ്യാഭ്യാസം MBBS, ഫസ്റ്റ് ഇയർ, മതപരം 6, നിറം ഇരുനിറം, സ്ഥലം തിരൂർ, പരിഗണിക്കുന്നത് പഠിക്കണം, പഠിത്തം കഴിഞ്ഞാലേ നിക്കാഹ് ഉണ്ടാവൂ, അനുയോജ്യമായ ആലോചനകൾ ക്ഷണിക്കുന്നു. MBBS ഫസ്റ്റ് ഇയർ ആയപ്പോഴേക്ക് തന്നെ തന്തപ്പിടി കുത്തുവാളെടുത്ത്. അപ്പോൾ കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു സ്പോൺസർ വേണം, അതല്ലേ? എന്തൊക്കെ ടൈപ്പ് ഡിമാൻഡുകളാണ് നോക്കിയേ. ഇതൊക്കെ തീർന്നെന്ന് വിചാരിച്ചതാ, ഇതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. നെക്സ്റ്റ്, യുവാവ് രണ്ടാം വിവാഹം, ഭാര്യക്ക് സമ്മതമാണ്. വയസ്സ് 29, സ്ഥലം മാവൂർ, വിദ്യാഭ്യാസം ഡിഗ്രി, ഉയരം 167, ജോലി ഇപ്പോൾ ജോലിയില്ല, മുമ്പ് ബിസിനസ് ഉണ്ടായിരുന്നു. ഇണയിൽ പരിഗണിക്കുന്നത് നല്ല സാമ്പത്തികം ഉള്ളവർ മാത്രം ബന്ധപ്പെടുക. വരൻ്റെ സാമ്പത്തികം ജോലി പ്രശ്നം ഇല്ലാത്തവർ ആയിരിക്കണം. ഒറ്റ മോൾ ആണെങ്കിൽ നല്ലത്. ഒറ്റ മോളാകുമ്പോൾ എല്ലാം കൂടി പോരുമല്ലോ. പിന്നെ പയ്യനാണെങ്കിൽ ജോലിയുമില്ല, മുമ്പ് ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പൊ ബിസിനസ് ഉണ്ടായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ ലൈംഗിക ബന്ധം താല്പര്യമില്ലാത്തതുപോലെ പണിക്ക് പോകാൻ താല്പര്യമില്ലാത്തൊരു കൂട്ടം ആളുകൾ വേറെ ഉണ്ട്, ലൈക്ക് മീ. അപ്പം അതേപോലെയുള്ളൊരു ആളായിരിക്കും. നല്ലതാണ്, നോക്ക് നമുക്ക് കിട്ടുമെന്ന്. നെക്സ്റ്റ്, 21 വയസ്സുള്ള സുന്ദരനായ യുവാവ്. സുന്നത്ത് കല്യാണാന്നോ? ആദർശം സുന്നി, ആദ്യ വിവാഹം, ഉയരം 163, വിദ്യാഭ്യാസം +1, ജോലി ദുബായ്. ദുബായിയോ? അത് ജോലിയാ? ദുബായ് ഷെയ്ക്കാണോ? ആണോ? സാമ്പത്തികം മിഡിൽ ക്ലാസ്, ജില്ല മലപ്പുറം, സ്ഥലം പുത്തനത്താണി. ഡിമാൻഡ് ഒന്നുമില്ല, നല്ല കുട്ടിയായിരിക്കണം. ഡിമാൻഡ് ഒന്നും വെക്കാനും പറ്റൂല. 18 വയസ്സ് കഴിഞ്ഞപ്പോൾ ദുബായ്ക്ക് കയറിയിട്ടുണ്ടാവും. 3 വർഷം കൊണ്ട് ചിലപ്പം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ പുള്ളിക്കാരന് വിചാരിച്ചിട്ടുണ്ടാവും ഇനിയൊന്ന് കല്യാണം കഴിച്ച് നോക്കാം. അതായിരിക്കും, എന്തോ ആവട്ടെ. സ്വന്തമായി ബിസിനസ്സുള്ള യുവാവ്, വയസ്സ് 20. ഇത് കുറഞ്ഞു വരുവാണോ? എടോ, ഇതിനൊരു ലിമിറ്റില്ലേ? 21 വയസ്സ് അല്ലേ പ്രായം കല്യാണത്തിൻ്റെ? ഇത് ട്രോളാണോ ഇനി? 21 ആകാൻ പോകുന്നു. ആദർശം മുസ്ലിം, ആദ്യ വിവാഹം, ഉയരം, വിദ്യാഭ്യാസം 10, ജോലി ബിസിനസ്, സാമ്പത്തികം ഉണ്ട്, ജില്ല കോഴിക്കോട്, സ്ഥലം പേരാമ്പ്ര, ഫോണ് കാണാൻ ഭംഗിയുള്ള യുവതികളെ മാത്രം നോക്കുന്നു. വിവാഹശേഷം പഠിക്കാൻ പോകുന്നതിനോട് താല്പര്യം ഇല്ല. എന്നാലും സ്വന്തമായി ബിസിനസ് ഉണ്ടല്ലോ, അതിൻ്റെ ആപ്പായിരിക്കും. മാസം 1.5 ലക്ഷം ശമ്പളം ഉള്ള ഗവൺമെൻറ് ജോലിയുള്ള യുവാവ്. ആയത് ഗവൺമെൻറ് ജോലി 1.5 ലക്ഷം ശമ്പളമുള്ള ഉണ്ടായിരിക്കും. സ്ഥലം കൊണ്ടോട്ടി, ജില്ല മലപ്പുറം, വയസ്സ് 30 വയസ്സായിട്ടുള്ളൂ, അപ്പോഴേ 1.5 ലക്ഷം. അങ്ങോട്ട് പിടിക്കണില്ലല്ലോ. നിറം വെളുപ്പ്. മതം 10, ജോലി ചെയ്യുന്ന സ്ഥലം മലപ്പുറം. ഇണയിൽ പരിഗണിക്കുന്നത് ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കണം. ഒരട്ടൈ മിനിമം സമാനമായ ശമ്പളമോ 1 ലക്ഷം രൂപയിൽ കുറയാതെയോ ഉണ്ടായിരിക്കണം. സ്മാർട്ടായിട്ടുള്ള കുട്ടികളിൽ നിന്നും ക്ഷണിക്കുന്നു. ഇണയുടെ വയസ്സ് 25-28 മതി. ഇത് മതി. അപ്പോൾ തിരിച്ച് പണി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഡിമാൻഡ് തിരിച്ചു വെക്കണം, എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. ഇത് 10ാം ക്ലാസ്, എന്നാലോ 10 ലക്ഷം ശമ്പളം വേണം, കൊട്ടാരം വേണം. ഹൈദരാബാദ് കുട്ടി, വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. പുറത്തുനിന്ന് ഇറക്കുമതി തുടങ്ങി. ഇവിടെ ഉള്ളവർ ചിക്കനോ ബീഫോ എന്നും കിട്ടണം, മറ്റേ സർക്കാർ ജോലി വേണം, അബ്രോഡ് സെറ്റിൽഡ് ആയിരിക്കണം. ഇന്തമാതിരി ഡിമാൻഡും വച്ചോണ്ടിരുന്നു. ഞങ്ങൾ പുറത്തു പോയി കല്യാണം കഴിച്ചോളാം, നിങ്ങളെ ശമ്പളവോ കിമ്പളവോ സർക്കാർ ജോലിയോ എന്താന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കോളൂ, ഞങ്ങൾക്ക് വേറെ വഴി തെളിഞ്ഞു തുടങ്ങി. സർക്കാർ ജോലി ഇല്ലാത്തതിനാൽ പെണ്ണ് കിട്ടിയില്ല. ഒടുവിൽ കർണാടകയിൽ നിന്നും കവിതയെ കൂടെ കൂട്ടി. യൂട്യൂബിൽ 50 മില്യൺ അടിച്ച കേൽബ്രോ ബിജു ഋത്തിക്കിൻ്റെ വിജയകഥ. അത് പൊളിച്ച്. ഇപ്പോൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ
ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഇൻഡിവിജ്വൽ യൂട്യൂബ് ചാനലിൻ്റെ ഉടമ. പൊളി. എന്തായാലും സർക്കാർ ജോലി എന്ന വൻമരം വീണ സ്ഥിതിക്ക് വരുമാനമുള്ള യൂട്യൂബ് ചാനൽ. അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. വരുമാനമുള്ള യൂട്യൂബ് ചാനലാണ്. അനുയോജ്യമായ ഇണകൾ ക്ഷണിക്കുന്നു. പരിഗണിക്കുന്നത് 1,00,000 രൂപ സാലറി ഉള്ള ഗവൺമെൻറ് ജോലി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 1,00,000 രൂപയോ അതിൽ കുറയാതെയോ ഉള്ള ശമ്പളമുള്ള വേറെ ഏത് പ്രൈവറ്റ് ജോലിയാണെങ്കിലും കുഴപ്പമില്ല. ദെൻ മതി അത് മതി, ധാരാളം. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.